രാജാവേ, ഞങ്ങളുടെ വീട് പണി നിന്നിരിക്കുക. ഭവന നിർമ്മാണത്തിനുള്ള ഫണ്ട് വെട്ടിച്ചുരുക്കിയത് കഷ്ടമായി പോയി. ഒന്ന് സഹായിക്കണേ. സഹായിച്ചല്ലോ, മൊത്തം വെട്ടിക്കുറച്ചില്ലല്ലോ. ഫണ്ടിൽ മിച്ചമുള്ളത് കൊണ്ട് ഒരു വീട് തട്ടിക്കൊണ്ടേ പടിഞ്ഞോ. രാജാവേ, സ്വിമ്മിംഗ് പൂൾ നവീകരിക്കാനും പശുത്തൊഴുത്ത് വികസിപ്പിക്കാനും വേണ്ട പണം എവിടുന്ന് കണ്ടെത്തും? ഇവരുടെ ഭവന നിർമ്മാണ ഫണ്ടിൽ നിന്ന് വെട്ടിക്കുറിച്ച് 50 കോടി എടുത്ത് ഉപയോഗിച്ചോളൂ. ചതിക്കല്ലേ രാജാവേ, ഇപ്പോ തന്നെ ഞങ്ങളുടെ ക്ഷേമനിധിയിൽ നിന്ന് 500 കോടി രൂപ വെട്ടിക്കുറച്ചിട്ടുണ്ട്. ഞങ്ങളുടെയും ഞങ്ങളുടെ കുട്ടികളുടെയും ഭാവി ഇങ്ങനെ നശിപ്പിച്ച് കളയല്ലേ. അത് നല്ല കഥ. എന്റെ മകളുടെ കാര്യത്തിന് പോലും എനിക്ക് ഓടാൻ സമയം തികയുന്നില്ല. അപ്പോഴാ നിങ്ങളുടെ മകളുടെ കാര്യം എന്നോട് പറയുന്നത്. ഞങ്ങൾക്കുള്ള ഭവന നിർമ്മാണ ഫണ്ട് വെട്ടിക്കുറച്ചു. സ്വയം തൊഴിൽ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഉന്നതി ഫണ്ട് പോലും വെറുതെ വിട്ടില്ല. കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ്, എന്തിനു പറയണം, പെൺകുട്ടികൾക്കുള്ള വാത്സല്യ ഫണ്ട് പോലും പൂർണ്ണമായി നിർത്തിക്കളയുന്നു. ഞങ്ങളൊന്നും മനുഷ്യരല്ലേ രാജാവേ? കണക്ക് പുറത്ത്. സമൂഹത്തിൽ ഉയർന്നു വരാൻ ശ്രമിക്കുന്ന വിഭാഗങ്ങളെ അവഗണിക്കുന്ന ഈ സർക്കാരിന്റെ ധാർഷ്ട്യം ഇനി സഹിക്കില്ല. ഇവരെ ഇനി വെച്ചു പൊറപ്പിക്കില്ല.